മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ചരിത്രത്തിലെ ഇതം പ്രഥമമായാണ് 7 മെത്രാപ്പോലീത്തന്മാരെ പരിശുദ്ധ സഭ മേൽപ്പട്ടക്കാരായി വാഴിക്കുന്നത്. 2000 വർഷത്തെ ചരിത്രത്തിലെ 7 മെത്രാപ്പോലീത്തന്മാരെ വാഴിക്കുവാനുള്ള സൗഭാഗ്യം മലങ്കര സഭയ്ക്ക് ലഭിച്ചു. 2009 ഫെബ്രുവരി മാസം 19-ാം തീയതി കോട്ടയം ഭദ്രാസനത്തിലെ മലങ്കര സഭയുടെ പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്ന പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ അങ്കണത്തിൽ ആ ദേവാലയത്തിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ മഹാപരിശുദ്ധമായ അഭിഷേക ചടങ്ങ് നടന്നത്. പരിശുദ്ധ മോറാൻമാർ ബെസേലിയോസ് മാർത്തോമ ദിദീമോസ് പ്രഥമൻ ബാവാ തിരുമേനി ഈ മേൽപ്പെട്ട വാഴ്ചയ്ക്ക് പ്രധാന കാർമ്മികത്വം വഹിക്കുകയുണ്ടായി. ഈ മേൽപ്പെട്ട സ്ഥാനികളെ ഒരുമിച്ച് തിരഞ്ഞെടുക്കുകയും അവരെ ഒരുമിച്ച് വാഴിക്കുകയും ചെയ്തു. പരിശുദ്ധ സഭയുടെ ചരിത്രത്തിലെ എപ്പിസ്കോപ്പസിക്ക് മുൻതൂക്കവും ഡെമോക്രസിക്ക് പ്രധാന സ്ഥാനവും നൽകിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ ഈ മേൽപ്പെട്ട സ്ഥാനികൾക്ക് ദൈവികമായ നൽവരം ലഭിച്ച് മലങ്കര സഭയ്ക്ക് ആഹ്ലാദം നൽകത്തക്കവണ്ണമുള്ള ഈ സ്ഥാനാഭിഷേകം ശുശ്രൂഷ അവിടെ നടത്തുകയുണ്ടായി. ഇത് എവിടെ എങ്ങനെ നടത്തണമെന്ന് പരിശുദ്ധ സഭയുടെ സുന്നകദോസും പ്രധാനപ്പെട്ട സമിതികളും കൂലങ്കഷമായി ചിന്തിച്ച സന്ദർഭത്തിൽ ഈ മേൽപ്പെട്ട സ്ഥാനത്തിന് ആതിഥേയം വഹിക്കുവാൻ തക്കവണ്ണം കോട്ടയം ഭദ്രാസനത്തിലെ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി മുൻപോട്ട് വന്നു എന്നുള്ളത് മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം ആഹ്ലാദകരമായൊരു അനുഭവമാണ്. കോട്ടയം ഭദ്രാസനത്തിന് മെത്രാപ്പോലീത്ത അഭിമന്യ ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനി ഇക്കാര്യത്തിൽ ഏറ്റവും ശക്തമായി ഈ മേൽപ്പെട്ട സ്ഥാനാഭിഷേകം പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ ആഭിമുഖ്യത്തിലും ആ ദേവാലയത്തിൻ്റെ അങ്കണത്തിലും നടത്തപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി എല്ലാ ഒത്താശകളും ശുപാർശകളും തിരുമേനി പരിശുദ്ധ ബാവാ തിരുമേനിയെ അറിയിക്കുകയുണ്ടായി. മലങ്കര സഭയിൽ എന്തുകൊണ്ടും ശ്രദ്ധേയവും മലങ്കര സഭയിൽ ജാതി മതഭേദമന്യേ എല്ലാ വിശ്വാസികൾക്കും അഭയകേന്ദ്രമായിരിക്കുന്ന ഒരു ദേവാലയമാണ് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളി. അവിടെ വിശ്വാസികൾ കടന്നു വന്ന് പരിശുദ്ധ ഗീവർഗീസ് സഹദായുടെ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ ഇറക്കി വെച്ച് പ്രാർത്ഥന നിരതരായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആ പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥതയിലൂടെ അവർ അനുഭവിച്ച് സ്വീകരിച്ച് സമാധാനത്തോടെ അവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ച അത്ഭുതകരമായൊരു അനുഭവമാണ്. ഈ 7 മേൽപ്പെട്ട സ്ഥാനികൾക്ക് സ്ഥാനാഭിഷേക ശുശ്രൂഷ നടത്തുവാൻ തക്കവണ്ണം വിപുലമായ സന്നാഹങ്ങൾ ആ ദേവാലയം ഒരുക്കുകയുണ്ടായി. വിശ്വാസികൾക്ക് വന്ന് ഇത് ദർശിക്കുവാൻ തക്കവണ്ണമുള്ള സൗകര്യങ്ങൾ വളരെ അധികം പ്രയത്നിച്ചും പണം ചെലവ് ചെയ്തും ആ ഇടവക നിർവഹിച്ചു. ഒരു വിധത്തിൽ പറഞ്ഞാൽ മലങ്കര സഭയ്ക്ക് ഇക്കാര്യത്തിൽ ആ ഇടവകയോട് വളരെ കടപ്പാടും ആദരവും സ്നേഹവും ഉണ്ടെന്നുള്ള കാര്യം പരിശുദ്ധ ബാവാ തിരുമേനിക്ക് വേണ്ടിയും പരിശുദ്ധ സഭയ്ക്ക് വേണ്ടിയും ഞാൻ ഇത് പ്രത്യേകമായി എല്ലാവരെയും അറിയിക്കുകയാണ്. മേൽപ്പെട്ട സ്ഥാനാഭിഷേകം എന്ന് പറയുന്നത് വളരെ ഗൗരവമായൊരു ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ ആവാസം, അതുപോലെ അവർക്ക് ദാനങ്ങൾ നൽകിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ, വായനകൾ, ഇതെല്ലാം എല്ലാ മേൽപ്പെട്ടക്കാരും കൂടെ പങ്കുവെച്ച് അത് നിവർത്തിക്കുകയാണുണ്ടായത്. ഈ സ്ഥാനാഭിഷേക ചടങ്ങിനെക്കുറിച്ച് വളരെ സന്തോഷകരമായ അഭിപ്രായങ്ങൾ, നല്ല സാക്ഷ്യങ്ങൾ മലങ്കര സഭയുടെ നാനാഭാഗത്തു നിന്നും ലഭിക്കുകയുണ്ടായി. മാത്രമല്ല
കേരളത്തിലെ സഹോദരി സഭകളുടെ അധ്യക്ഷന്മാരും ഇക്കാര്യത്തിൽ വളരെ നല്ല അഭിപ്രായം രേഖപ്പെടുത്തിയതും സന്തോഷകരമാണ്. ചിട്ടയായും ഭംഗിയായും മനോഹരമായും ശുശ്രൂഷകളും ചടങ്ങുകളും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിശ്വാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുവാൻ തക്കവണ്ണമുള്ള കരുത്തും പ്രാപ്തിയും പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഉണ്ട് എന്നുള്ളത് ഇക്കാര്യത്തിലൂടെ അവർ തെളിയിച്ചിരിക്കുകയാണ്. ആ മേൽപ്പെട്ട സ്ഥാനം ലഭിച്ച പിതാക്കന്മാരെല്ലാം അവരുടെ ദൗത്യ നിർവഹണത്തിലെ ദൈവാനുഗ്രഹത്താൽ അവർ ശോഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയുടെ ഈ സ്നേഹവും സഹകരണവും ആതിഥേയത്വവും മലങ്കര സഭയ്ക്ക് വലിയ ഒരു അഭിമാനകരമായ വിധത്തിലുള്ള നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇക്കാര്യത്തിൽ സഹകരിച്ച അവിടുത്തെ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരോടും അതുപോലെ തന്നെ ഭരണസമിതി അംഗങ്ങളോടും ഈ സ്ഥാനാഭിഷേക ചടങ്ങ് ഏറ്റവും നന്നായി നിർവഹിക്കാൻ തക്കവണ്ണം അഹോരാത്രം പ്രയത്നിച്ച അവിടുത്തെ എല്ലാവരോടുമുള്ള സ്നേഹവും ആദരവും ഞാൻ അറിയിക്കട്ടെ. പത്രമാധ്യമങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ഏറ്റവും നന്നായി സഹകരിക്കുകയും ഈ വാർത്ത ലോകം മുഴുവനും പ്രചരിപ്പിക്കത്തക്കവണ്ണമുള്ള സഹായ സഹകരണങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് ഏറ്റവും എല്ലാവർക്കും കാണത്തക്കവണ്ണം, അതുപോലെ എല്ലാവർക്കും അവിടെ വന്ന് പങ്കെടുക്കത്തക്കവണ്ണം ഈ ഉള്ള സന്നാഹങ്ങളും ഒരുക്കങ്ങളുമാണ് ആ ഇടവക അവിടെ ചെയ്തിട്ടുള്ളത്. വന്നു ചേർന്ന സർവ വിശ്വാസികൾക്കും ഈ ശുശ്രൂഷയ്ക്ക് ശേഷം ആഹാരം നൽകുവാൻ തക്കവണ്ണമുള്ള സൗകര്യവും ആ ഇടവക നിർവഹിക്കുകയുണ്ടായി. ഒരു വിധത്തിൽ പറഞ്ഞാൽ ലക്ഷണമൊത്ത അതിമനോഹരമായ എല്ലാവർക്കും സന്തോഷം നൽകുന്ന, മാത്രമല്ല മലങ്കര സഭയുടെ അന്തസ്സിനൊത്ത വണ്ണമുള്ള ഈ സ്ഥാനാഭിഷേക ചടങ്ങ് നടത്തിയ പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ഇടവകയെയും അതിന് ബന്ധപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം തങ്കൽ വീട്ടിൽ എഴുതേണ്ട ഒരു ചരിത്ര സംഭവമാണ് ഈ കഴിഞ്ഞ 19-ാം തീയതി പുതുപ്പള്ളി പള്ളിയിൽ വെച്ച് നടന്നത്. ദൈവത്തിൻ്റെ കരുണ ഇവിടെ വ്യാപരിച്ച് നെള്ളിച്ചു നിന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഈ പരിപാടികളൊക്കെ ഏറ്റവും ഭംഗിയായ രീതിയിൽ നടത്തത്തക്ക വിധത്തിലുള്ള ക്രമീകരണങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും, അതുപോലെ തന്നെ ഈ ഇടവകയിലെ ബഹുമാനപ്പെട്ട സഹപറ്റക്കാർ, ബഹുമാനപ്പെട്ട ട്രസ്റ്റിമാർ, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ ഇടവക ജനങ്ങൾ ഒന്നടങ്കം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതുകൊണ്ട് ഇത് വളരെ ഭംഗിയായ രീതിയിൽ നടത്തുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ DVD തയ്യാറാക്കുന്നതിൽ പ്രോഗ്രാം കൺവീനറായ എന്നോടൊപ്പം പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കായി സമർപ്പിക്കുന്നു.
മൃതരായോർക്കും